കൈകൾ ബന്ധിച്ച വേമ്പനാട്ടുകായൽ 11 കിലോമീറ്റർ നീന്തിക്കടക്കാൻ 9ാം ക്ലാസ്സുകാരൻ ആദിത്യൻ സുരേന്ദ്രൻ മാർച്ച് 8-ന് രാവിലെ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല കുമ്പേൽക്കരയിൽ കടവ് മുതൽ കോട്ടയം വൈക്കം ബീച്ച് വരെ 11 കിലോമീറ്റർ ദൂരമാണ് ആദിത്യൻ നീന്താനൊരുങ്ങുന്നത്. വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ് നേടുകയാണ് ലക്ഷ്യം. ഇരു കൈകൾ ബന്ധിച്ച് വേമ്പനാട്ടുകായലിലെ 11 കിലോമീറ്റർ ദൂരം നീന്തിക്കടക്കാൻ ഒരുങ്ങി കുത്തുകുഴി കിഴക്കേ മേക്കൽ വീട്ടിൽ സുരേന്ദ്രന്റെയും ദിവ്യ സുരേന്ദ്രന്റെ മകനും കോതമംഗലം മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ ആദിത്യൻ സുരേന്ദ്രൻ മാർച്ച് 8-ന് ശനിയാഴ്ച രാവിലെ 8 മണിക്ക് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല കുമ്പേൽ കരിയിൽക്കടവ് മുതൽ കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ച് വരെ 11 കിലോമീറ്ററാണ് ഈ 14 വയസ്സുകാരൻ നീന്താൻ ഒരുങ്ങുന്നത്. കോതമംഗലം ഡോൾഫിൻ അക്വാട്ടിക് ക്ലബ് കോച്ച് ബിജു തങ്കപ്പന്റെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ ആറ്റിലായിരുന്നു പരിശീലനം. 1.5 വർഷമായിട്ട് നീന്തൽ പഠിക്കാൻ പോകുന്നുണ്ട്. ഇപ്പൊ ഇതിനു വേണ്ടിയിട്ട് പ്രാക്ടീസ് തുടങ്ങിയിട്ട് 4 മാസത്തോളം ആയുള്ളൂ. കൈകെട്ടി പ്രാക്ടീസ് തുടങ്ങിയിട്ട് റെക്കോർഡിന് വേണ്ടിയിട്ട്. പിന്നെ സ്കൂളിൽ നിന്ന് നല്ല സപ്പോർട്ടാണ്. ബേസിൽ സ്കൂളിൽ നിന്ന് വിജി സാറിനെ ആണെങ്കിലും നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ട് എല്ലാം നല്ല രീതിയിൽ വരുമെന്ന് പ്രാർത്ഥിക്കുന്നു. കോച്ചായ ബിജു തങ്കപ്പനും പ്രോഗ്രാം കോർഡിനേറ്റർ അൻസിൽ എപിയും ചേർന്ന് നടത്തുന്ന 24ാമത് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡിന് വേണ്ടിയുള്ള സാഹസിക നീന്തലാണിത്. കാലാവസ്ഥ അനുകൂലമെങ്കിൽ 2.5 മണിക്കൂർ കൊണ്ട് ചരിത്ര നേട്ടം കൈവരിക്കാൻ സാധിക്കുമെന്ന് പ്രോഗ്രാം കോർഡിനേറ്റർ അൻസിൽ എപി അറിയിച്ചു. കോതമംഗലം മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂള് വർഷങ്ങൾക്ക് മുമ്പ് ബേസിൽ ട്രോഫി ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ പേരിലാണ് പ്രശസ്തയായത്. അതിനുശേഷം ഞങ്ങൾ സ്പോർട്സിലേക്ക് തിരിഞ്ഞു. സ്പോർട്സിൽ രാജ്യത്തിനകത്തും പുറത്തും വിന്നറായിട്ടുണ്ട്. നമ്മുടെ രാജ്യം മുഴുവനും കോതമംഗലം മാർ ബേസിൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സുപരിചിതമായൊരു വാക്കാണ്. ഇപ്പോൾ നമുക്ക് കിട്ടിയ ഒരു അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആദിത്യ സുരേന്ദ്രൻ എന്ന പയ്യൻ വേമ്പനാട്ടുകായൽ നീന്തിക്കിടക്കുവാനുള്ള ഉദ്യമത്തിലാണ്. നാളെ കഴിഞ്ഞ്, അതായത് 8-ാം തീയതി രാവിലെ 7:45-8 മണിയോടുകൂടി ചേർത്തലയിൽ നിന്ന് ആരംഭിക്കും. വൈക്കത്ത് ആണ് ഇത് സമാപിക്കുന്നത്. ഒരു 3 മണിക്കൂറോളം ദൈർഘ്യമുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് 9 മണിക്കൂറാണ് മാക്സിമം വേമ്പനാട്ടുകായലിൽ നീന്തി കടന്നിട്ടുള്ളത്. ഇത് ആദിത്യൻ 11 കിലോമീറ്ററാണ് നീന്തി കിടക്കുന്നത്. ആ ഒരു അപൂർവ നേട്ടം കൂടി ഇതിൻ്റെ ഭാഗത്തായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.